താമരശ്ശേരി ചുരത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം അല്ലെന്ന് പ്രാഥമിക നിഗമനം. നിലവിൽ ചെറുവാഹനങ്ങളാണ് ചുരത്തിലൂടെ കടത്തിവിടുന്നത്. ഉച്ചകഴിഞ്ഞുള്ള ഉദ്യോഗസ്ഥ ഓൺലൈൻ മീറ്റിംഗിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ചുരത്തിലൂടെ ചെറുവാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും മഴ കനക്കുകയാണെങ്കിൽ ചുരം വീണ്ടും അടച്ചിടേണ്ടി വരും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വലിയ വാഹനങ്ങൾ വിടണോ എന്ന് തീരുമാനിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൻ കുമാർ സിംഗ് പറഞ്ഞു. മഴ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം മഴ സമയത്ത് നമുക്കൊരു റിസ്ക് കൂടുന്നുണ്ട്. ഇപ്പോൾ മഴ കുറവായി, അതുകൊണ്ട് ട്രാഫിക് നമുക്ക് ഇന്നലെ രാത്രി അലൗ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ട്രാഫിക് ആണ്. ബേസിക്കലി നമുക്ക് ടാർഗറ്റ് എന്താണ്, നമുക്ക് റുട്ടീനായിട്ട് പോകണം, വണ്ടി നമുക്ക് പോകണം. പിന്നെ പരിശോധന ഓൾറെഡി ഇന്നലെ ഡേ ഫോർ യെസ്റ്റർഡേയും പിന്നെ ഇന്നലെയും സോയിൽ സർവേ ജിയോളജിയും എല്ലാം ഒരു പരിശോധന ചെയ്തിട്ടുണ്ട്. ചില ടെസ്റ്റിംഗ് നമുക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടാവും കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടി. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് ഇന്നലെ എഞ്ചിനീയർമാരും നോക്കി, ജിയോളജി നോക്കി, വളരെ നന്നായിട്ട് അവർ പരിശോധന ചെയ്തിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ചുരത്തിൽ സംഭവിച്ചത് പോസ്റ്റ് മൺസൂൺ ഇമ്പാക്റ്റ് ആണെന്ന് PU ദാസ് പറഞ്ഞു. ശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചത്. വെള്ളത്തോടൊപ്പം മണ്ണും കല്ലും നിരങ്ങിയിറങ്ങി. അടുത്ത മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ആശങ്കയൊന്നും കാണുന്നില്ല, എല്ലാം ഒരുവിധം പോകുന്നിട്ടുണ്ട്. ഇനി അടുത്ത മൺസൂൺ ആകുമ്പോഴേക്കും നല്ല വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ ഇതിനകത്ത് ആവശ്യമാണ്. കാരണം വെച്ചാൽ ഒരു വലിയൊരു പാറ ഇപ്പോൾ തുറന്ന് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു കാവിറ്റി പോലെ കാണുന്നുണ്ട്. അതിലൂടെ വെള്ളം വരുന്നുണ്ടോ, ആ പാറ എത്രമാത്രം സ്റ്റേബിളാണ്, അതിൻ്റെ മുകളിൽ ക്രാക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ധ പരിശോധിച്ചതിന് ശേഷം തുടർന്നുള്ള നടപടികൾ എടുക്കണം. ചെറുവാഹനങ്ങൾക്ക് പുറമെ വലിയ വാഹനങ്ങൾ കൂടി കടത്തിവിടാനുള്ള ആലോചനയിലാണ് അധികൃതർ. നിലവിൽ കുറ്റ്യാടി ചുരം വഴിയും നാടുകാണി ചുരം വഴിയുമാണ് ആളുകൾ വയനാട്ടിലെത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിംഗിന് ശേഷമായിരിക്കും വലിയ വാഹനങ്ങൾ കടത്തിവിടണോ എന്ന് തീരുമാനിക്കുക. ചുരത്തിന്റെ നിലവിലെ അവസ്ഥ സംബന്ധിച്ചും ചർച്ച നടക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ഉച്ചയ്ക്ക് ശേഷം ഇരു കളക്ടർമാരും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഓൺലൈൻ മീറ്റിംഗിലായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അർജുൻ PS, ജനം, വയനാട്.